നമസ്കാരം. ഒരു വിഭാഗം യൂട്യൂബേഴ്സുണ്ട്. അവർക്ക് ഇന്ത്യയെ പുകഴ്ത്തലാണ് പ്രധാന തൊഴിൽ. ഇന്ത്യയിലെ ആത്മീയത, ഇന്ത്യയിലെ ഭക്ഷണ രീതികൾ, ഇന്ത്യയിലെ ആഘോഷങ്ങൾ, ഇന്ത്യൻ സിനിമ, ഇന്ത്യൻ മ്യൂസിക് എന്ന് വേണ്ട അങ്ങനെ ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്ന വ്ളോഗുകളും വീഡിയോകളും യൂട്യൂബ് നിറയെ കാണാം. ഇതെല്ലാം ചെയ്യുന്നത് ഇന്ത്യക്കാരല്ല, മറിച്ച് യൂറോപ്യൻസും അതുപോലെ തന്നെ മറ്റു രാജ്യക്കാരുമാണ്. ഇവരെല്ലാം ഇങ്ങനെ ഇന്ത്യയെ പൊക്കി പറഞ്ഞ് തള്ളി മറിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇവർക്കൊക്കെ ഭയങ്കര ഇന്ത്യയോട് ഭയങ്കര കടുത്ത പ്രേമമാണ്. പക്ഷേ എന്നാൽ സത്യാവസ്ഥ അതല്ല, സാമ്പത്തികം തന്നെയാണ്. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തിലാണ് അവർക്ക് നോട്ടം. അത്ര അധികം വ്യൂസ് അവർക്ക് കിട്ടുകയും അതുവഴി ഉണ്ടാക്കാവുന്ന ഡോളറുകളുമാണ് അവരുടെ ലക്ഷ്യം. ഇത് യൂറോപ്യൻസ് മാത്രമല്ല, നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വരെ യൂട്യൂബിൽ ഇന്ത്യയെ പുകഴ്ത്തിക്കൊണ്ട് ചെയ്യുന്ന വീഡിയോകൾ ഇഷ്ടം പോലെയുണ്ട്. പാകിസ്ഥാനിലെ സന അംജദിനെ പോലുള്ളവർ ഇതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ സുഹൈബ് ചൗധരി വ്ളോഗ്സ്. നമ്മളെ ഒരാൾ പുകഴ്ത്തി പറയുമ്പോൾ ആരായാലും കേട്ടിരിക്കും. ഇത് തന്നെയാണ് എല്ലാവർക്കും സംഭവിക്കുന്നത്. ഒരു സാധാരണ യൂട്യൂബ് പ്രേക്ഷകനും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഇന്ത്യയെ ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സുഖിച്ച് നമ്മളൊരു മൂഢസ്വർഗത്തിലിരിക്കുമ്പോഴാണ് സെപ്റ്റംബർ 18 ഒരു വീഡിയോ ബാൾഡ് ആൻഡ് ബാങ്ക്രപ്റ്റ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്നും ബെഞ്ചമിൻ റിച്ച് എന്ന UK-കാരൻ്റെ ഒരു മുട്ടത്തലയൻ സാഹിബിൻ്റെ ഒരു വീഡിയോ ഇന്ത്യയെ തെറി വിളിച്ചുകൊണ്ട് ഇന്ത്യയിലെ മോശം റോഡുകളെയും വൃത്തിഹീനമായ അന്തരീക്ഷത്തെയും അതുപോലെ തന്നെ നെഗറ്റിവിറ്റി എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം നോക്കി കണ്ടുപിടിച്ച് വീഡിയോ എടുത്ത് ഒരു ടൈറ്റിലും കൊടുത്തു, ഐ വിസിറ്റഡ് ഇന്ത്യ സോ യു ഡോണ്ട് ഹാവ് ടു. ഇതിനകം 10 ലക്ഷത്തിന് മുകളിൽ ആളുകൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. ആ വീഡിയോ കാണുന്നതിന് അപ്പുറം അതിൻ്റെ കമൻറ്റ് സെക്ഷൻ അതിലും അസഹനീയമാണ്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് തൊലിയുരിഞ്ഞു പോകും. വഴിയരികിലുള്ള ഒരു സന്യാസിയിൽ നിന്നും കുറച്ച് പ്രസാദം വാങ്ങി കുറച്ച് നടന്നുപോയി അത് തുപ്പിക്കളയുന്ന ഈ മുട്ടത്തലയൻ സാഹിബിനെയും നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണാം. വീഡിയോയിൽ അയാൾ ഇന്ത്യയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ പൈസ നേടുക എന്നുള്ളതാണ് സാഹിബിൻ്റെ ഉദ്ദേശം. അതിൽ അയാൾ വിജയിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ തിരക്ക് പിടിച്ച ട്രാഫിക്, വെറുതെ അനാവശ്യമായി ഹോണടിക്കുന്ന വാഹനങ്ങൾ, വൃത്തിഹീനമായ ഹോട്ടലുകൾ, തട്ടുകടകൾ, അതുപോലെ തന്നെ നെഗറ്റിവിറ്റി എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം തെരഞ്ഞു പിടിച്ച് ഷൂട്ട് ചെയ്ത് പ്രദർശിപ്പിക്കുകയാണ് സാഹിബ് എന്തായാലും വീഡിയോ ഇറക്കി കഴിഞ്ഞു. അയാളുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞു. ഇന്ത്യയെ നല്ലത് പറഞ്ഞും ചീത്ത പറഞ്ഞും സാഹിബ് പൈസ ഉണ്ടാക്കുന്നു. അതിപ്പോൾ ഷെയർ മാർക്കറ്റിലായാലും സോഷ്യൽ മീഡിയയിലായാലും ഒക്കെ ഇങ്ങനെ തന്നെ. അതിലിപ്പോൾ നമ്മൾ പരിഭവിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ റോഡുകൾ വൃത്തിയുള്ളതാണോ? നമ്മൾ വെറുതെ അനാവശ്യമായി ഹോണടിക്കുന്നില്ലേ? അതൊരു യാഥാർത്ഥ്യമല്ലേ? അയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ റോഡുകളിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം ആ പുള്ളി കാട്ടിയിട്ടുള്ളത്. പുറത്തൊരു ഡസ്റ്റ്ബിൻ കണ്ടാൽ പോലും അതിൽ കച്ചറയിടാതെ അതിന് പുറത്തേക്ക് ഇടുന്നവരാണ് നമ്മൾ. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതുപോലെ ഒരു പൗരബോധം ഇല്ലാത്തവരാണ് ഇന്ത്യക്കാർ. അതുപോലെ തന്നെ അനാവശ്യമായ തുപ്പൽ, അനാവശ്യമായി ഹോണടിക്കൽ, ഇതെല്ലാം നമ്മുടെ റോഡുകളിലും നിരത്തുകളിൽ സംഭവിക്കുന്നതാണ്. ഇതൊക്കെ തുറന്നു കാട്ടി അയാൾ സായിപ്പ് കുറച്ച് കാശുണ്ടാകുന്നു എന്ന് മാത്രം. ഇതിന് അവസരം വെച്ച് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണെന്ന് ഓർക്കണം. നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പലതും ഓർഗനൈസ്ഡ് അല്ല. ഒന്നിനും ഒരു യൂണിഫോമിറ്റി ഇല്ല. അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ യുക്തിക്കനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പല ക്ഷേത്ര നഗരികളുടെ ചുറ്റുപാടുമുള്ള അവസ്ഥ ശോചനീയമാണ്. സ്വച്ഛ് ഭാരത് മിഷൻ എന്നെല്ലാം പറഞ്ഞ് പ്രചരണം കൊടുത്താൽ പോരാ, അതെല്ലാം നടപ്പിൽ വരുത്തിയാൽ പോരാ, അതെല്ലാം വളരെ സ്പീഡായി തന്നെ വളരെ വേഗത്തിൽ തന്നെ നടത്തേണ്ടതുണ്ട്.
ഇന്നേക്ക് ഇത്രമാത്രം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. സി യു നെക്സ്റ്റ് ടൈം. ബൈ.